നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വീട്ടില് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിക്കുന്നതിന്റെ പിന്നില് ആരാണെന്നുള്ളതിന്റെയൊക്കെ തെളിവുകള് രാജുവിന്റെ കയ്യിലും എന്റെ കയ്യിലും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നോട് സംസാരിക്കുന്നതിന് മുൻപ് ഇനി നിനക്ക് അത് ഓർമ്മ വേണം. നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്തിനാ നീ ദിവ്യയെ ഇങ്ങോട്ട് വലിച്ചഴിച്ച് കൊണ്ടുവന്നത്? അടിക്കാൻ കഴിയുക മാത്രം എന്ത് തെറ്റാ ഇവിടെ ചെയ്തത്? നിന്റെ എന്തെങ്കിലും കള്ളത്തരം ഇവള് കണ്ടുപിടിച്ചോ? അതോ നിന്റെ ഏതെങ്കിലും പ്ലാനിന് ഇവള് തടസ്സം നിന്നോ? നീയല്ല ദിവ്യ ഇവിടെ ജോലിക്ക് വെച്ചത്. ഇവൾക്ക് മാസാമാസം സാലറി കൊടുക്കുന്നത് നീയാണോ? അല്ലല്ലോ. പെണ്ണുങ്ങൾക്ക് നേരെ കൈയോങ്ങാൻ അല്ലെങ്കിലും നിനക്ക് ഭയങ്കര ധൈര്യമാണല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇന്റർഫിയർ ആയി എന്റെ ടെമ്പർ തെറ്റിക്കരുത്. അത് തെറ്റിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നിനക്കെപ്പോഴാ വെളിവുണ്ടായിട്ടുള്ളത്? നീ എവിടെ? അടങ്ങി നിൽക്ക് ദീപക്. ദിവ്യ നീ പറ, എന്താ ഉണ്ടായത്? എന്തിനാ ദീപക് നിന്നോട് ദേഷ്യപ്പെട്ടതും ഉപദ്രവിച്ചതും? ഇന്നലെ അശ്വിൻ എനിക്ക് തന്ന സാരി നീ ഉടുത്തതിൽ ദീപകിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുറന്നു പറ ദിവ്യ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. കഴുത കാറുന്നത് പോലെ നിന്ന് കാറല്ലേ ദീപക്? എന്താണ് നീ എന്നെ വിളിച്ച? കഴുതേന്നോ? അയ്യോ, തെറ്റുപറ്റിപ്പോയി. ഇവിടെ വേറെ കഴുതകളൊന്നും ഇല്ലാത്തത് ഭാഗ്യായി പോയി. അല്ലെങ്കിൽ നിന്നെ കഴുതെന്ന് വിളിച്ചത് കേട്ട് കഴുതകളെല്ലാം കൂടി എന്നെ തൊഴിച്ചേനെ. കഴുതയുമായിട്ട് നിന്നെ താരതമ്യം ചെയ്താലേ അതിന്റെ അപമാനം കഴുതയ്ക്കാണല്ലോ. ദിവ്യ നീ പറ, എന്താ നടന്നത്? ഇല്ല, നടന്നത് എന്താണെന്ന് പറഞ്ഞാലേ ദിവ്യ എവിടുന്ന് ഞാൻ വിടൂ. ഋതിക മാഡം, എന്നെ പോവാൻ അനുവദിക്കണം. എന്റെ ഒരാളുടെ വരുമാനത്തില ഞങ്ങളുടെ കുടുംബം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു പോകുന്നത്. ദയവേ തന്നെ. മനസ്സിലായി. ഇനി എന്തെങ്കിലും മോശമായ പെരുമാറ്റം ദീപകിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മടിക്കാതെ അച്ഛനോട് പറയണം. അച്ഛനോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ എന്നോട് പറയണം. നീ പൊയ്ക്കോ. ശരി മാഡം. ഈയിടെയായിട്ട് നിനക്ക് വാല് കുറച്ച് കൂടുന്നുണ്ട് ഋതിക. എന്റെ വീട്ടില് എന്റെ അച്ഛനെ മണിയടിച്ച് ജീവിക്കുന്ന നിനക്ക് ഇത്രയും ഹുങ്കുണ്ടെങ്കിൽ എനിക്ക് ആയിക്കൂടെ ദീപക്കെ? ഓ, അപ്പൊ നീ എന്നോട് മുട്ടാൻ ഒരുമിട്ട് ഇറങ്ങിയിരിക്കാണല്ലേ? അതെ. ബ്ലേഡ് രാജേഷിനെ എന്റെ കാറിന്റെ മുന്നിലേക്ക് ആരാ വിട്ടതെന്നും എന്തിനാണ് പറഞ്ഞു വിട്ടതെന്നും ഞാൻ അറിഞ്ഞില്ലെന്നായിരിക്കും നീ വിചാരിച്ചത്. സ്വർണവും പണവും വേണമെന്ന് പറഞ്ഞ് ആരാണ് എന്നെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്നും ഞാൻ അറിഞ്ഞില്ല എന്നായിരിക്കും നീ വിചാരിച്ചത്. ഞാൻ കൊണ്ടുവച്ച സ്വർണവും പണവും ഒക്കെ വെച്ച സ്ഥലത്ത് തന്നെ ഉണ്ടോന്ന് നോക്കിയായിരുന്നോ നീ? ഈ വീട്ടില് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിക്കുന്നതിന്റെ പിന്നില് ആരാണെന്നുള്ളതിന്റെയൊക്കെ തെളിവുകള് രാജുവിന്റെ കയ്യിലും എന്റെ കയ്യിലും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നോട് സംസാരിക്കുന്നതിന് മുൻപ് ഇനി നിനക്ക് അത് ഓർമ്മ വേണം. മനസ്സിലായോ? മനസ്സിലായോ? നിനക്ക് കൊള്ളാം. എങ്കിൽ ഞാൻ പോട്ടെ. ഋതികയ്ക്കെല്ലാം മനസ്സിലായി. ഇനി സമയം കളയാനില്ല. അശ്വിനുമായുള്ള ഋതികയുടെ വിവാഹം മുടക്കി എത്രയും പെട്ടെന്ന് ഋതിക എന്റെ ഭാര്യയാക്കണം.
സർ, ഈ പോയിന്റാ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നല്ലതാ, പക്ഷേ നമുക്കിത് വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതാവും ഉചിതം. ശരിയാ, ഞാനും അത് നോട്ട് ചെയ്തിരുന്നു. വാ വാ. ഹായ് അങ്കിൾ. ആ അശ്വിനിക്ക് ഇരിക്കുക. ഹായ് സർ. ഹായ്. ആ രാജു, അശ്വിന് നിന്റെ പ്രായമൊക്കെ ഉള്ളൂ, സാറെന്നൊന്നും വിളിക്കണ്ട. അതെ രാജു, നമ്മളൊക്കെ ഈ പുതിയ ജനറേഷനിലെ ആളുകളല്ലേ, നമുക്കെന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? എന്നാലും അങ്ങനെ അല്ലല്ലോ സർ. ഋതിക മാഡത്തിന്റെ ഭാവി വരനെ പേരെടുത്ത് വിളിക്കുന്ന എങ്ങനെയാ? ഓരോരുത്തർക്കും കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്തേ പറ്റൂ. അതാ അതിന്റെ ശരി. അമ്മ പറഞ്ഞത് ശരിയാണല്ലോ, ഈ രാജു ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ തന്നെയാ. അല്ലടോ, നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? എന്റെ മരുമകളെ കാണാൻ. ഓ, എന്താ ഋതുമോളെ കാണാൻ തന്റെ പെർമിഷൻ മുൻകൂർ വാങ്ങിയിട്ടേ വരാൻ പാടുള്ളൂന്നുണ്ടോ? ആ രാജു, ഋതിയെ വിളിക്കുക. ആ ഓക്കെ സർ. ആ പിന്നെ പറയാ അശ്വിൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ അങ്കിൾ. പിന്നെ മാരേജിന് ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ സ്റ്റേറ്റ്സിൽ നിന്ന് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓ, അതുകൊണ്ട് അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് ചെയ്യണം. അതിന്റെ ചെറിയൊരു തിരക്ക്. ഋതിക മാഡം, എന്റെ മുഖം കാണരുതെന്നല്ലേ ഋതിക മാഡത്തിന്റെ ഉത്തരവ്? ഇങ്ങനെ മറന്നു നിൽക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? രാജു ഒന്ന് അകത്തേക്ക് വന്നേ. പിണക്കം മാറിയായിരുന്നോ? കല്യാണം നടത്തണല്ലേ? കല്യാണം നടത്തോ? മതിയായില്ലേ? അയ്യോ സോറി, സൗണ്ട് ഇത്തിരി കൂടിപ്പോയി. ഋതിക മാഡത്തിനെ കാണാൻ താഴെ 2 ആളുകൾ വന്നിട്ടുണ്ട്. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്ന. ആര്? മിസ്സിസ് ശ്രീകല പരമേശ്വരൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.